പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു വീഴ്ചയാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പ്രത്യേകിച്ചും നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഏത് രീതിയിലാണ് പോലീസ് അന്വേഷണം നടത്തിയത് എന്ന കാര്യത്തിൽ കൃത്യമായിട്ടൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി കേസ് ഡയറിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അത് കൊടുക്കാനായിട്ട് പോലീസിന് ചെറിയൊരു പ്രയാസം നേരിടുകയുണ്ടായി. അവർ ഇതിന് പിന്നാലെ നെട്ടോട്ടത്തിലാണ്. ഇനി അടുത്ത കേസ് ഇപ്പോൾ അടുത്ത 6-ാം തീയതിയേക്ക് ഇത് മാറ്റിയിരിക്കുകയാണ് വാദം. അപ്പോൾ അതിനു മുമ്പ് തന്നെ പൂർത്തീകരിക്കാനുള്ള നിരവധി കാര്യങ്ങൾ അന്വേഷണം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും കൃത്യമായിട്ടല്ല, പല തെളിവുകളും കൈവശമില്ല, പല കാര്യങ്ങളും അന്വേഷണ വിധേയമാക്കിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ കേസ് ഡയറി ചോദിച്ചതിന് പിന്നാലെ ദ്രുതഗതിയിൽ തങ്ങളുടെ ഭാഗത്ത് സംഭവിച്ച പല വീഴ്ചകളും പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ് പോലീസ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മളെ കലക്ടറിനെ അരുൺ കെ വിജയനെ വീണ്ടും അദ്ദേഹത്തിൻ്റെ മൊഴി എടുക്കുകയൊക്കെ ഉണ്ടായി. പക്ഷെ അപ്പം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് ഇതിലൂടെ തന്നെ വളരെ കൃത്യമായിട്ട് വ്യക്തമാണ്. കാരണം പല തെളിവുകളും ഇപ്പോഴും അവർ ശേഖരിച്ചിട്ടില്ല എന്നുള്ളത് ശരിയല്ലേ ആ കാര്യം? തീർച്ചയായിട്ടും കോടതി കേസ് ഡയറി ചോദിക്കണമെങ്കിൽ കോടതിക്ക് തന്നെ അതിൽ പൂർണ്ണമായ ബോധ്യമുണ്ട്. കൃത്യമായ രീതിയിലല്ല അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ട് ഈ CCTV ദൃശ്യങ്ങൾ എടുത്തിട്ടില്ല. നവീൻ ബാബു 3 ഓട്ടോയിൽ കയറിയെന്ന് പറയുന്നു. ഈ ഓട്ടോറിക്ഷക്കാർ ആരൊക്കെയാണ്? അതിൻ്റെ CCTV ദൃശ്യങ്ങൾ, ഈ 3 ഓട്ടോറിക്ഷയിൽ കാര്യങ്ങൾ, അതിൻ്റെ CCTV ദൃശ്യങ്ങൾ എവിടെയാണ്? കാറിൻ്റെ ഡ്രൈവർ, പേഴ്സണൽ ഡ്രൈവർ അല്ലെങ്കിൽ നവീൻ ബാബുവിൻ്റെ ഡ്രൈവർ ഷംസുദ്ദീൻ ഒരു തവണ വിളിച്ചാണ് ചോദ്യം ചെയ്തത്. ഷംസുദ്ദീൻ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാമോ? വീണ്ടും ഷംസുദ്ദീനെ ചോദ്യം ചെയ്യാത്തത് എന്താണ്? ആർക്ക് വേണ്ടിയിട്ടാണ് പ്രശാന്ത് ഈ വ്യാജ പരാതി നവീൻ ബാബുവിനെതിരെ അയച്ചത്? ഇതാര് പറഞ്ഞിട്ടാണ്? റെയിൽവേ സ്റ്റേഷനിൽ പോയി എന്ന് ആദ്യം കള്ളം പറഞ്ഞു, പിന്നെ ആ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടില്ല എന്ന് RPF തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ആ കള്ളം പറഞ്ഞത്? നവീൻ ബാബുവിന് ഒക്ടോബർ 14-ാം തീയതി രാത്രി അല്ലെങ്കിൽ വൈകിട്ട് 5:30 മണി മുതൽ ഒക്ടോബർ 15-ാം തീയതി രാവിലെ 5 മണി വരെ ഇതിനിടയിൽ എന്താണ് സംഭവിച്ചത്? ഇതിൻ്റെയൊക്കെ CCTV ദൃശ്യങ്ങൾ ഇവിടെ. മുനീഷർ കോവിലിൽ മുന്നിലിറങ്ങിയ നവീൻ ബാബു എങ്ങോട്ടാണ് പോയത്? കാസർഗോഡ് നിന്ന് വന്ന സുഹൃത്ത് ആരാണ്? ആ സുഹൃത്ത് എന്തിനാണ് കാണാൻ വന്നത്? അങ്ങനെ ഒരു സുഹൃത്തുണ്ടോ? ഉണ്ടെങ്കിൽ ആ സുഹൃത്തിൻ്റെ പങ്കെന്താണ്? നവീൻ ബാബുവിൻ്റെ ഒരു വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോകുന്നതായി കണ്ടു എന്ന് ചിലർ പറയുന്നുണ്ട്. അല്ലെ സത്യാവസ്ഥ പോലീസ് അന്വേഷിച്ചോ? ഏത് വാഹനത്തിൽ ആരാണ് കയറ്റിക്കൊണ്ടുപോയത്? ആ വാഹനത്തിൽ ഒരു 6 പേരുണ്ടായിരുന്നു എന്ന് പറയുന്നു. ആരാണ് ആ 6 പേർ? നവീൻ ബാബുവിന് ആത്മഹത്യയ്ക്ക് ചെയ്യാൻ എടുത്ത കയറ് അത് അവിടെ ഉണ്ടായിരുന്നു ക്വാർട്ടേഴ്സിൽ. ആ കയർ എവിടെ നിന്നാണ് വാങ്ങിയത്? ഇനി ആരെങ്കിലും കെട്ടിത്തൂക്കി കൊന്നതിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ആ മുറിയിൽ ഉണ്ടായിരുന്നോ? കുടുംബാംഗങ്ങൾ വരുന്നതിന് മുൻപ് എന്തിനാണ് ഇൻക്വസ്റ്റ് നടപടികൾ ധൃതി പിടിച്ച് നടപ്പിലാക്കിയത് അല്ലെങ്കിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയത്? പോസ്റ്റ്മോർട്ടം പരിയാപുരം മെഡിക്കൽ കോളേജിൽ ആകരുത് എന്ന് കുടുംബം പോലും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തിനാണ് പോസ്റ്റ്മോർട്ടം നടത്താൻ പരിയാപുരം മെഡിക്കൽ കോളേജ്, അതും പ്രശാന്തും PP ദിവ്യയുടെ ഭർത്താവും ജോലി ചെയ്യുന്ന പരിയാപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് എന്തിനാണ്? നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണ് എങ്കിൽ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യക്കുറിപ്പ് അതെവിടെയാണ്? ആരാണത് മാറ്റിയത്? അസ്വാഭാവികത തുറന്നിട്ടിരിക്കുന്ന വീട്ടിൽ അസ്വാഭാവിക ഉണ്ട് എന്ന് ഷംസുദ്ദീന് തോന്നിയതിൻ്റെ കാരണം എന്താണ്? അങ്ങനെ ചോദ്യങ്ങൾ 1000 പൊതുസമൂഹത്തിന് മുന്നിലും മഞ്ജുഷയ്ക്ക് മുന്നിലുമുള്ളത്. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കേരളത്തിലെ അല്ലെങ്കിൽ കണ്ണൂരിലെ അന്വേഷണ സംഘത്തിന് കഴിയില്ല എന്ന പൂർണ്ണമായ ബോധ്യം മഞ്ജുഷയ്ക്കുള്ളത് കൊണ്ടാണ് മഞ്ജുഷ CBI അന്വേഷണത്തെ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ ഇന്നലെ നമ്മൾ പിയേഴ്സൺ സാറുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സർക്കാരിൻ്റെ ഒത്താശ വേണ്ട CBI അന്വേഷണത്തിന്. കോടതിക്ക് ഇക്കാര്യങ്ങളിൽ പോലീസിന് വീഴ്ച സംഭവിച്ചു, പോലീസ് അന്വേഷിച്ചാൽ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ കോടതിക്ക് CBI അന്വേഷണത്തിലേക്ക് വിടാം. ഇനി CBI ഈ കേസ് പരിശോധിക്കും. ഈ കേസിൽ ഏതൊക്കെ രീതിയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്? ഇതൊരു പ്രഥമ ദൃഷ്ടിയാൽ ഇതൊരു ആത്മഹത്യയാണ് എങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ കൊലപാതകത്തിനുള്ള സാധ്യത ഈ കേസിലുണ്ടോ? എന്തൊക്കെ രീതിയിലുള്ള വീഴ്ചകളാണ് കേരളത്തിലെ പോലീസിന്, ഇത് അന്വേഷിച്ച പോലീസ് സംഘത്തിന് വന്നിട്ടുള്ളത്? ആ വീഴ്ചകളൊക്കെ വീണ്ടും പരിശോധിച്ച് അതിൽ കൃത്യത വരുത്താൻ കഴിയുമോ? ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ഇതിലൊരു പ്രായോഗികമായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ മറ്റ് തെളിവുകൾ, സാങ്കേതികമായ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കണം. ഫോൺ റെക്കോർഡുകൾ പരിശോധിക്കണം. ദിവ്യയുടെയും കളക്ടറുടെയും നവീൻ ബാബുവിൻ്റെയും ഫോൺ റെക്കോർഡുകൾ പരിശോധിക്കണം. പ്രശാന്തിൻ്റെ ഫോൺ റെക്കോർഡുകൾ പരിശോധിക്കണം. സാമ്പത്തിക സ്രോതസ്സുകൾ പരിശോധിക്കണം. അപ്പോൾ ഇതൊക്കെ പരിശോധിച്ചതിന് ശേഷം കൃത്യമായ നടപടികളിലേക്ക് കടക്കാൻ കഴിയുമോ എന്ന് CBIയും അന്വേഷിക്കും. അതിനുശേഷം മാത്രമേ CBI ഒരു കേസ് ഏറ്റെടുക്കൂ. വെറുതെ CBI വരട്ടെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും CBI വന്നൊരു കേസ് ഏറ്റെടുക്കില്ല. CBI ആ കേസിനെ കുറിച്ച് വ്യക്തമായി പഠിക്കും. അതിനുശേഷം
ഇതൊരു കൊലപാതകത്തിലേക്ക് എത്താനുള്ള വഴികളെക്കുറിച്ച് അവർ അന്വേഷിക്കും, അവർ അതിനെക്കുറിച്ച് ആലോചിക്കും, ചിന്തിക്കും. അതിനുശേഷം മാത്രം കോടതിയുടെ നിർദ്ദേശം കൂടി അനുസരിച്ചാണ് അവർ ഈ ഒരു കേസ് ഏറ്റെടുക്കുന്നത്. അപ്പോൾ നവീൻ ബാബുവിൻ്റെ ഭാര്യ ഇപ്പോൾ കളക്ടറെ വീണ്ടും എടുക്കാൻ വന്നു. കളക്ടർ ഇതിലേക്ക് കുടുങ്ങും എന്നുള്ള ഒരു ബോധ്യം CPM ഉണ്ടായപ്പോൾ CPM ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പരിശീലനത്തിനായി കളക്ടറെ ഡൽഹിയിലേക്ക് അയക്കുകയാണ്. അപ്പോൾ കളക്ടറെ ഇവിടെ നിന്ന് മാറ്റി നിർത്തുകയാണ്. ഇനി ഒരു അന്വേഷണത്തിനും കളക്ടറെ കിട്ടരുത് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടിയാണ് CPM ഇവിടെ പെരുമാറുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് കളക്ടർ അവധിക്കായി പോകുന്നത്. എന്തായാലും കളക്ടറുടെ ഈ പോക്ക് അത്ര നല്ലതല്ല. പ്രത്യേകിച്ച് മഞ്ജുഷ ഇങ്ങനെ ഒരു വെടി CPM-നെതിരെ പൊട്ടിക്കുമെന്നും CPM വിചാരിച്ചില്ല. അപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു, കൂട്ടിലടച്ച തത്തയാണ് CBI എന്നും പറയേണ്ട ആവശ്യകതയില്ല, ഞങ്ങളുടെ പോലീസ് തന്നെ ഇത് അന്വേഷിച്ച് ഇതൊരു ആത്മഹത്യയാക്കി മാറ്റാൻ ഞങ്ങളുടെ പോലീസിന് കഴിവുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ CBI ഒന്നും വന്ന് ഇത് അന്വേഷിച്ച് ഇതൊരു കൊലപാതകമാക്കി മാറ്റേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുമ്പോഴും കുടുംബം കൃത്യമായ നിലപാട് സ്വീകരിക്കണം. ഇപ്പോൾ മഞ്ജുഷയുടെ ഒരു നീക്കം കൊണ്ട് തന്നെയാണ് കേസ് ഡയറി വരെ എവിടെയെന്ന് ഒരു അന്വേഷണ സംഘത്തോട് കോടതി ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ്. എന്തായാലും അരുൺ കെ വിജയൻ കോടതിയിൽ പറഞ്ഞത് ദിവ്യയെ രക്ഷിക്കാനുള്ള കെട്ടിച്ചമച്ച വാദങ്ങളായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു, നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും കളക്ടർ അരുൺ കെ വിജയൻ്റെ പങ്ക് എന്താണ് ഇതിൽ? കാരണം നമ്മൾ ആ യാത്രയയപ്പ് ചടങ്ങിൽ ദിവ്യ പറഞ്ഞതിനേക്കാൾ അപ്പുറം ശരീരഭാഷ കൊണ്ട് നവീൻ ബാബുവിനെ ഏറെ വേദനിപ്പിച്ച ഒരാളാണ് കളക്ടർ. കളക്ടർ ഇരുന്ന ഒരു രംഗം നമുക്കറിയാം. കിട്ടട്ടെ അവന് രണ്ടും കൂടെ കിട്ടട്ടെ. ഒരു ചിരിയും കളക്ടറുടെ ഒരു ശരീരഭാഷയും കൈകൊണ്ടുള്ള കളക്ടറുടെ ഒരു ഇരിപ്പും ഇതൊക്കെ ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും കളക്ടർ എന്താണ് അവിടെ ഉദ്ദേശിച്ചത് എന്നുള്ളത്. മാത്രമല്ല രാവിലത്തെ ഒരു പരിപാടിയിൽ ദിവ്യയെ കണ്ടപ്പോൾ വൈകിട്ട് യാത്രയയപ്പ് വേണ്ടാന്ന് നവീൻ ബാബു ആവർത്തിച്ച് പറഞ്ഞിട്ടും അവിടുത്തെ സഹപ്രവർത്തകരുടെ സ്നേഹം കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹം ശരി ആ പരിപാടിയിൽ താൻ പങ്കെടുക്കാം എന്ന് വിചാരിച്ചത്. ആ കാര്യം കളക്ടർ എന്തിന് PP ദിവ്യയോട് പറയണം? അതൊരു സഹപ്രവർത്തകർ ഒരു മേലുദ്യോഗസ്ഥന് കൊടുക്കുന്ന ഒരു യാത്രയയപ്പ് ചടങ്ങാണ്. അതിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ആ സമയത്തുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് എന്തിനാണ് കയറി വരാനുള്ള അധികാരം? എന്തിനാണ് വലിഞ്ഞു കയറി വന്നത്? അപ്പോൾ രാവിലെ കണ്ടപ്പോൾ ഇന്നൊരു നടപ്പുണ്ട്, ഇന്ന് കൂടി പോയാൽ ഇനി ഇവനെ കിട്ടാൻ സാധ്യതയില്ല, അതുകൊണ്ട് വന്നിട്ട് 4 കൊടുത്തേക്കൂ എന്ന് കളക്ടർ പറഞ്ഞോ എന്ന് നമുക്കറിയില്ല. കാരണം കളക്ടർ എന്തും എപ്പോഴും മാറ്റി പറയാൻ തയ്യാറായി നിൽക്കുന്ന ഒരാളാണ്. ഒരിക്കലും കേരളത്തിലൊരു ഇങ്ങനൊരു കളക്ടറെ നമ്മൾ ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥയോട് താൻ വിളിച്ചിട്ടില്ല എന്ന് പറയുന്നു, താൻ ദിവ്യയെ വിളിച്ചിട്ടില്ല എന്ന് പറയുന്നു, പോലീസിനോട് പറയുന്നു താൻ വിളിച്ചിട്ടില്ല എന്ന്, ദിവ്യ പറയുന്നു കളക്ടർ വിളിച്ചിട്ടാണ് വന്നതെന്ന്. ഇതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് കോടതിയിൽ പോയി പറയുന്നു തനിക്ക് തെറ്റ് പറ്റിയെന്ന് നവീൻ ബാബു ഈ യാത്രയയപ്പ് ചടങ്ങുകൾക്ക് ശേഷം തൻ്റെ റൂമിൽ വന്ന് പറഞ്ഞു എന്ന്. ഈ റൂമിലേക്ക് പോയത് സഹപ്രവർത്തകരാരും കണ്ടിട്ടില്ല. ആ യാത്രയയപ്പ് ചടങ്ങ് കഴിഞ്ഞ് എല്ലാവർക്കും കൈ കൊടുത്ത് എല്ലാവരോടും നന്ദി പറഞ്ഞ് അദ്ദേഹം കാറിൽ കയറി പോയി എന്നാണ് സഹപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഇനി നവീൻ ബാബുവിന് വല്ല മാജിക്കും ഉണ്ടോ എന്തോ, ഇങ്ങനെ വാനിഷ് ആയിട്ട് നേരെ കളക്ടറുടെ റൂമിൽ ചെന്ന് തെറ്റി പറ്റി ഞാൻ പോവുകയാണ് ടാറ്റാ ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകാനുള്ള അത്തരം വല്ല മാജിക്കും അദ്ദേഹത്തിന് ഉണ്ടോ എന്നറിയില്ല. അപ്പോൾ ഒരു കളക്ടർ എന്ന് പറയുന്നത് ഒരു ജില്ല ഭരിക്കുന്ന ആളാണ്. അവിടുത്തെ ജനങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ ഒക്കെ മനസ്സറിഞ്ഞ് അവിടുത്തെ കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ആ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു വലിയ വീഴ്ചയാണ്. അതായത് അദ്ദേഹം പറഞ്ഞത് കള്ളമാണ് എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ശിക്ഷ കിട്ടിയേ മതിയാവും. എന്തിന് കളക്ടർ അങ്ങനെ ഒരു കള്ളം പറഞ്ഞു എന്നുള്ള ചോദ്യമായിരിക്കും കോടതി ഏറ്റവും മുന്നിലേക്ക് വരുന്നത്. കളക്ടറുടെ ജോലി വരെ തെറിക്കാവുന്ന കളക്ടർ ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്ര വലിയ കള്ളം പറഞ്ഞത്? ആ കള്ളം കളക്ടറെ തന്നെ തിരിച്ചു കൊത്തുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം മഞ്ജുഷ രണ്ടും കൽപ്പിച്ചിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഏത് രീതിയിൽ ഈ സത്യം പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ വളരെ ആശങ്കയാണുള്ളത്. കാരണം പോലീസിനെ ആരാണ് നിയന്ത്രിക്കുന്നത്? ആഭ്യന്തരമാണ്. ആഭ്യന്തരം ആരുടെ കയ്യിലാണ്? പിണറായി വിജയന്റെ കയ്യിലാണ്. കണ്ണൂർ പോലുള്ള ഒരു പ്രദേശവുമാണ്. അപ്പം കൃത്യമായിട്ടും പോലീസിന് ഇതിന് സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് വളരെ നിഷ്പക്ഷമായിട്ട് ഈ കേസ് അന്വേഷണത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയുള്ളൊരു പ്രയാസം. ഇതിൻ്റെ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിച്ചേരുന്നതിൽ പ്രയാസം നേരിടുന്നത് അവിടെയാണ്. അവരെ നിയന്ത്രിക്കുന്നത് CPM കൂടിയാണ്. അപ്പം എങ്ങനെ വരും ദിവസങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ സത്യാവസ്ഥ പുറത്തു വരുമോ എന്ന് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷയെ നമുക്ക് ഇല്ല എന്നുള്ളതാണ്. കാരണം ഒക്ടോബർ 17 ഈ കേസ് ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത്. ഒക്ടോബർ 17 ഇപ്പോൾ 1.5 മാസത്തോളമായി. എന്നിട്ട് ഇത്രയും ദിവസമായിട്ടും പല പ്രധാനപ്പെട്ട തെളിവുകളും പോലീസിൻ്റെ കയ്യിലില്ല. അവർ
ഇരുട്ടത്ത് തപ്പുക ചെയ്യുന്നത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ശരിക്കും തെളിവുകൾ അവർ മനഃപൂർവ്വം അത്തരം ചില ഏറ്റവും നിർണായകമായിട്ടുള്ള പോയിന്റുകളിലേക്ക് അവരുടെ അന്വേഷണം നീങ്ങുന്നില്ല എന്നുള്ളതാണ് നവീൻ ബാബുവിൻ്റെ യഥാർത്ഥ പ്രതികളിലേക്ക് എത്താത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അവരങ്ങനെ നീങ്ങുന്നില്ല? അവർക്ക് ഭയമാണ്. കാരണം എന്താണ്, തൊപ്പി തെറിക്കും. പല തൊപ്പികളും നേരത്തെയും തെറിച്ചിട്ടുണ്ട്. സർക്കാരിനെതിരെ നീങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട്, വളരെ നിഷ്പക്ഷമായിട്ട് നീങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ചില തൊപ്പികളൊക്കെ തെറിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭയം പോലീസ് സേനയ്ക്ക് കൃത്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊരു പാവയാണ്, ഒരു സർക്കാരിൻ്റെ പാവമായിട്ട് ഇവിടെ പോലീസ് മാറിത്തീരുന്നു എന്ന് പറയുന്നത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ജനങ്ങൾക്ക് എങ്ങനെ നീതി പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും? ഇത്തരം രീതിയിലുള്ള ഒരു സേനയാണ് നമ്മുടെ സംസ്ഥാനത്ത് ചിലയിടങ്ങളിലൊക്കെ ഉള്ളത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരള പോലീസ് എല്ലാവരെയും പോലീസിനെ മൊത്തമായിട്ട് ആക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്. ഏറ്റവും നല്ല ഉദ്യോഗസ്ഥരുണ്ട്, പക്ഷേ ഗതികേട് കൊണ്ട് അവർക്ക് ഇങ്ങനെയൊക്കെ ആയി തീരേണ്ടി വരികയാണ്. അല്ല, കേരളത്തിലെ അല്ലെങ്കിൽ കണ്ണൂരിലെ അന്വേഷണ സംഘത്തെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് മഞ്ജുഷ തനിക്ക് നീതി കിട്ടില്ല, തൻ്റെ കുടുംബത്തിന് നീതി കിട്ടില്ല, നവീൻ ബാബുവിൻ്റെ ആത്മാവിന് നീതി കിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ CBI അന്വേഷണത്തിലേക്ക് നീങ്ങുന്നത്. അവർക്ക് കേരളത്തിലെ പോലീസിന്, ഒരു CPM അനുഭാവി കൂടിയായ ഒരു കുടുംബത്തിലെ ഒരു അംഗത്തിന് കേരളത്തിലെ പോലീസിന് വിശ്വാസമില്ല എന്ന് പറയുമ്പോൾ ആഭ്യന്തരത്തെ വിശ്വാസമില്ല എന്ന് പറയുമ്പോൾ പിണറായിയെ വിശ്വാസമില്ല. ഞങ്ങൾക്ക് പിണറായിയെ വിശ്വാസമില്ല എന്ന് തന്നെയാണ് മഞ്ജുഷ പറയാതെ പറഞ്ഞു വെക്കുന്നത്. പിണറായിയും പിണറായിയുടെ പോലീസും ചിങ്കിടികളും അന്വേഷിച്ചാൽ ഈ കേസിൽ സത്യാവസ്ഥ മുന്നോട്ട് വരില്ല, പുറത്തു വരില്ല. അതുകൊണ്ട് CBI തന്നെ ഇത് അന്വേഷിക്കട്ടെ. ഏതറ്റം വരെയും മഞ്ജുഷ പോകും. മഞ്ജുഷയുടെ മുന്നിൽ പിണറായി ഒന്നുമല്ല. CBI വന്നാൽ ഈ കേസിൽ ചലനമുണ്ടാകും. ഈ കേസ് തീർച്ചയായിട്ടും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരും. അരുൺ കെ വിജയൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ അത് ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി എന്നുള്ളതിൻ്റെ കൃത്യമായ വിവരം പുറത്തു വരും. അരുൺ കെ വിജയൻ്റെ ജോലിയെ വരെ ബാധിക്കുന്ന തരത്തിലേക്ക് ആ നീക്കങ്ങൾ പോകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ CBI വന്നാൽ പോലും പിണറായിയെ സംരക്ഷിക്കുമോ എന്ന ഒരു ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം നിരവധി വിഷയങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുള്ള നിരവധി സാഹചര്യങ്ങൾ ഇല്ലാതായി തീർന്നിട്ടുണ്ട്. പല പ്രമാദമായ കേസുകളും എവിടെയെങ്കിലൊക്കെ എത്തിച്ചേരുമെന്ന് കരുതിയ പല സംഭവങ്ങളും എവിടെയും എത്തിച്ചേരാതെ നിഷ്പ്രഭമായി പോകുന്ന സംഭവം ഉണ്ടായി. അപ്പം പിണറായിയെ സംരക്ഷിക്കാൻ കേന്ദ്രം തന്നെ മുന്നിട്ടിറങ്ങുന്നുണ്ട്. ഒരു ഡീലുണ്ട് ഇവർക്ക് തമ്മിൽ എന്നൊക്കെയാണ് നാട്ടുകാരുടെ സംസാരം. അതുകൊണ്ട് CBI വന്നാൽ തന്നെ ഇതിൽ വല്ല കാര്യങ്ങളും ഉണ്ടാകുമോ എന്നുള്ളത് തീർത്തും ആശങ്കാജനകമായിട്ടുള്ള. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാം. കേന്ദ്ര സർക്കാർ CBIക്ക് പിണറായിക്കെതിരെ മൂക്കുകയർ ഇടില്ല എന്നുള്ളത്.